അഷ്റഫ് മടങ്ങിയെത്തുന്നത് കണ്ടപ്പോൾ മാത്രമാണ് സൈബയുടെ ഉള്ളിലുണ്ടായിരുന്ന ഭീതി ഒഴിഞ്ഞു പോയത്. അവൾ ആശ്വാസത്തോടെ അയാളുടെ അരികിലേക്ക് ചെന്ന് മുഖത്ത് നോക്കി ഒന്ന് പുഞ്ചിരിച്ചു. നീ ഇനി ഒന്നിനെക്കുറിച്ചും ആകുലപ്പെടേണ്ട സൈബ. നിന്റെ സമാധാനം കെടുത്താൻ ഇനി ആരും ഇങ്ങോട്ട് കടന്നു വരില്ല. അഷ്റഫ് അവൾക്ക് ഉറപ്പ് നൽകി. എല്ലാം ശുഭമായി അവസാനിച്ചല്ലോ അല്ലേ? നിങ്ങൾക്ക് മറ്റു ബുദ്ധിമുട്ടുകളൊന്നും ഉണ്ടായില്ലല്ലോ? അവൾ ആകാംക്ഷയോടെ തിരക്കി. ഒന്നും ഉണ്ടായില്ല സൈബ. നമ്മൾ തമ്മിൽ പ്രശ്നങ്ങളൊന്നും ഉണ്ടാകരുതെന്നായിരുന്നല്ലോ നിന്റെ വലിയ ആഗ്രഹം. അത് ഞാൻ നിറവേറ്റിയിട്ടുണ്ട് എന്ന് പറഞ്ഞ് അയാൾ അവളെ നോക്കി മൃദുവായി ഒന്ന് ചിരിച്ചുകൊണ്ട് മുറിക്കുള്ളിലേക്ക് നടന്നു. ഞാൻ നിങ്ങൾക്ക് കഴിക്കാനുള്ളത് എന്തെങ്കിലും എടുത്തു വെക്കാം, അവൾ സ്നേഹത്തോടെ പറഞ്ഞു. നീയും ഇതുവരെ ഒന്നും കഴിച്ചു കാണില്ലല്ലോ, നമുക്ക് ഒരുമിച്ച് തന്നെ ഇരിക്കാം, നീ പോയി വിളമ്പിക്കോളൂ. അഷ്റഫ് സ്നേഹപൂർവ്വം ക്ഷണിച്ചു. അപ്രതീക്ഷിതമായ ആ വിളി കേട്ട് ഒരു നിമിഷം എന്തു പറയണമെന്നറിയാതെ സൈബ വികാരാധീനയായി നിന്നുപോയി. എന്താ നീയൊന്നും മിണ്ടാതെ നിൽക്കുന്നേ? അവളുടെ നിൽപ്പ് കണ്ട് അഷ്റഫ് കൗതുകത്തോടെ ചോദിച്ചു. അവൾ ഒന്നുമില്ലെന്ന അർത്ഥത്തിൽ തലയാട്ടിക്കൊണ്ട് വേഗത്തിൽ അടുക്കളയിലേക്ക് നടന്നു. അല്പം കഴിഞ്ഞ് അഷ്റഫ് ഫ്രഷായി വന്ന് ഭക്ഷണമേശയ്ക്ക് അരികിലിരുന്നു. സൈബ വിഭവങ്ങളെല്ലാം അയാൾക്ക് മുന്നിൽ നിരത്തിവെച്ച ശേഷം അല്പം മാറി നിന്നു. നീ എന്താ ഇരിക്കാത്തെ? അയാൾ മെല്ലെ തിരക്കി. അത് ഇക്ക കഴിച്ചു കഴിഞ്ഞിട്ട് ഞാൻ കഴിച്ചോളാം, അവൾ വിനയത്തോടെ മറുപടി നൽകി. എന്റെ കൂടെ ഇരുന്ന് ആഹാരം കഴിക്കാൻ നിനക്ക് ഇപ്പോഴും ഭയമാണോ? അഷ്റഫിന്റെ സ്വരത്തിൽ നേരിയ പരിഭവം കലർന്നിരുന്നു. അതുകൊണ്ടല്ല ഇക്ക, ഞാനിങ്ങനെയാണ് ഇക്കാന്റെ കൂടെ. അവൾ വാക്കുകൾ പൂർത്തിയാക്കാൻ മടിച്ചു. നോക്ക് സൈബ, നീ ഇവിടുത്തെ വെറുമൊരു ജോലിക്കാരിയല്ല, നീ എന്റെ പത്നിയാണ്, അല്പം ഗൗരവത്തോടെ അയാൾ പറഞ്ഞു. അയാളുടെ വാക്കുകൾ കേട്ട് സൈബ പതർച്ചയോടെ അരികിലെ കസേരയിലിരുന്നു. അഷ്റഫ് തന്നെ അവൾക്ക് പ്ലേറ്റ് എടുത്തു നൽകി ഭക്ഷണം വിളമ്പി. അവൾ പതുക്കെ കഴിക്കാൻ തുടങ്ങി. നീ എന്തിനാണ് ഇങ്ങനെ സങ്കോചിക്കുന്നത്? അയാൾ മൃദുവായി ചോദിച്ചു. അത് പിന്നെ, അവൾ പാതിയിൽ നിർത്തി. സൈബ, നമ്മൾ തമ്മിലുള്ള ഈ അകലം കുട്ടികളെ ഒരു തരത്തിലും ബാധിക്കാൻ പാടില്ല. അവർ വലുതാകുമ്പോൾ നമ്മുടെ ഭൂതകാലത്തെക്കുറിച്ച് ഒന്നും അറിയാൻ ഇടവരരുത്. നമുക്കിടയിലെ ഈ അപരിചിതത്വം അവരെ മാനസികമായി തളർത്തും. എന്നിൽ നിന്ന് ഇങ്ങനെ നീ ഒഴിഞ്ഞു മാറുന്നത് ഒടുവിൽ നമ്മുടെ മക്കൾക്ക് മാത്രമാണ് ദോഷം ചെയ്യുക. അഷ്റഫ് ഗൗരവമായി അവളെ ബോധ്യപ്പെടുത്തി. ഇക്കാന്റെ അരികിലിരിക്കാൻ പോലും എനിക്ക് എന്ത് യോഗ്യതയാണുള്ളത്? സൈബ താഴ്ന്ന സ്വരത്തിൽ ചോദിച്ചു. അഷ്റഫ് അവളെ വാത്സല്യത്തോടെ നോക്കി. ആരാ നിന്നോട് അങ്ങനെ പറഞ്ഞത്? എന്റെ അരികിലിരിക്കാൻ നിനക്കല്ലാതെ വേറെ ആർക്കാണ് അർഹതയുള്ളത്? അയാൾ അവളുടെ ആത്മവിശ്വാസം വീണ്ടെടുക്കാൻ ശ്രമിച്ചു. അവൾ പിന്നീട് ഒന്നും മറത്തു പറഞ്ഞില്ല. അഷ്റഫ് നിർബന്ധിച്ചതുകൊണ്ട് അവൾ വേഗം ഭക്ഷണം കഴിച്ചു തീർത്തു. ഭക്ഷണത്തിന് ശേഷം പ്ലേറ്റുകൾ കഴുകാനായി അവൾ അടുക്കളയിലേക്ക് നടന്നപ്പോൾ അഷ്റഫും അവളുടെ പിന്നാലെ ചെന്നു. ഞാൻ നിന്നെ സഹായിക്കണോ? അയാൾ സ്നേഹത്തോടെ തിരക്കി. അയ്യോ വേണ്ടക്ക, നിങ്ങൾ പോയി വിശ്രമിച്ചോളൂ, ഞാനിത് വേഗം തീർത്തോളാം. അവൾ വിനയത്തോടെ അയാളെ തടഞ്ഞു. ശരി, എന്നാൽ ഞാൻ മുറിയിലുണ്ടാവും എന്ന് പറഞ്ഞ് അഷ്റഫ് തന്റെ മുറിയിലേക്ക് നടന്നു. അവളോടൊപ്പം മനോഹരമായ ഒരു പുതിയ ജീവിതം കെട്ടിപ്പടുക്കണമെന്ന് അഷ്റഫ് അതിയായി ആഗ്രഹിച്ചിരുന്നു. പക്ഷേ അതെങ്ങനെ അവളോട് തുറന്നു പറയുമെന്നോർത്ത് അയാൾക്ക് ചെറിയൊരാശങ്കയുണ്ടായിരുന്നു. അടുക്കളയിലെ പണികളെല്ലാം തീർത്ത് അവൾ ലൈറ്റുകൾ അണച്ച് മുറിയിലേക്ക് പോകുന്നത് അഷ്റഫ് ശ്രദ്ധിച്ചു. തന്റെ മക്കളെയും അവളെയും നെഞ്ചോട് ചേർത്ത് പിടിച്ച് കിടക്കുന്ന ആ നിമിഷത്തിനായി അയാൾ കാത്തിരിക്കുകയായിരുന്നു. ആ മനോഹരമായ സ്വപ്നങ്ങളോർത്ത് ഒരു പുഞ്ചിരിയോടെ അയാൾ കിടക്കയിലേക്ക് ചെന്നു. അപ്പുറത്ത് മദ്യലഹരിയിൽ ലെക്കുകെട്ടാണ് അന്ന് സുബൈർ വീടിന്റെ ഉമ്മറത്തെത്തിയത്. വാതിൽ തുറന്ന ഫിദ അയാളുടെ ആ കോലം കണ്ട് കടുത്ത ദേഷ്യത്തോടെ പടിക്കൽ തന്നെ നിന്നു. ഇത് മാത്രമേ എനിക്ക് കുറവുണ്ടായിരുന്നുള്ളൂ, ആരുടെയെങ്കിലും സഹായമില്ലാതെ അകത്തേക്ക് കയറാൻ പറ്റുമെങ്കിൽ നടന്നോളൂ എന്ന് പുച്ഛത്തോടെ പറഞ്ഞ് അവൾ മുറിയിലേക്ക് കയറിപ്പോയി. സുബൈർ എങ്ങനെയൊക്കെയോ മുറിയിലെത്തി നേരെ കട്ടിലിലേക്ക് മറിഞ്ഞു. കിടക്കയുടെ ഭൂരിഭാഗവും കൈയടക്കി അയാൾ കിടക്കുന്നത് കണ്ടപ്പോൾ ഫിദയുടെ നിയന്ത്രണം വിട്ടു. നിങ്ങൾ ഇങ്ങനെ മലർന്നു കിടന്ന ഞാൻ പിന്നെ എവിടെയാണ് ഉറങ്ങേണ്ടത്? അവൾ രോഷത്തോടെ ചോദിച്ചു. പക്ഷേ അവളുടെ ചോദ്യങ്ങളൊന്നും കേൾക്കാൻ പറ്റാത്ത വിധം അയാൾ ബോധരഹിതനായിരുന്നു. അവസാനം ദേഷ്യം കടിച്ചമർത്തി അവൾ അയാളെ ഒരു വശത്തേക്ക് തള്ളി മാറ്റി അരികിലായി കിടന്നു. പെട്ടെന്ന് സുബൈർ ഉറക്കത്തിൽ പിച്ചും പേയും പറഞ്ഞു തുടങ്ങി. സൈബ എന്ന വിളി അയാളുടെ നാവിലൂടെ പതുക്കെ പുറത്തു വന്നു. ബോധമില്ലാത്ത അവസ്ഥയിൽ അയാൾ ആ പേര് വിളിക്കുന്നത് കേട്ടതും ഫിദ ഞെട്ടി എഴുന്നേറ്റു. ഇതാണല്ലേ കാര്യം? അവളെ ഓർത്താണോ നിങ്ങൾ ഇന്ന് ഇങ്ങനെ കുടിച്ച് ബോധമില്ലാതെ വന്നത്? നിങ്ങളുടെ ഉള്ളിലിരിപ്പിപ്പോ എനിക്ക് വ്യക്തമായി. അവൾ കടുത്ത വെറുപ്പോടെ പിറുപിറുത്തു. എനിക്ക് സൈബയെയും മകനെയും വേണം ഫിദ, അവളില്ലാതെ എനിക്കൊരു സമാധാനവും ഇല്ല. സൈബയെ ഞാൻ അത്രമേൽ പ്രണയിച്ചിരുന്നു. സുബൈർ ഉറക്കത്തിൽ വിതുമ്പിക്കൊണ്ട് പറഞ്ഞു. ഉറക്കത്തിൽ സുബൈർ പുലമ്പുന്നത് കേൾക്കും തോറും ഫിദയുടെ ഉള്ളിൽ വെറുപ്പും ദേഷ്യവും അണപൊട്ടി ഒഴുകുകയായിരുന്നു. നിങ്ങളുടെ ഈ കപട സ്നേഹം കേട്ട് അവൾ ഓടി വരുമെന്നാണോ നിങ്ങൾ കരുതുന്നത്? അവിടെ കിട്ടുന്ന രാജകീയ ജീവിതം ഉപേക്ഷിച്ച് അവൾ ഒരിക്കലും നിങ്ങളുടെ അടുത്തേക്ക് വരില്ല, അവൾ അമർഷത്തോടെ പിറുപിറുത്തു. എന്നാൽ മദ്യലഹരിയിൽ മയങ്ങിക്കിടക്കുന്ന സുബൈർ ഇതൊന്നും അറിയുന്നുണ്ടായിരുന്നില്ല. സൈബ, എന്നോട് ക്ഷമിക്ക്, ഇനി ഒരിക്കലും ഞാൻ നിന്നെ വേദനിപ്പിക്കില്ല, എന്നെ വിട്ടു പോകല്ലേ സൈബ.
അയാൾ വീണ്ടും വിങ്ങിപ്പൊട്ടിക്കൊണ്ട് ഉറക്കത്തിൽ കെഞ്ചി. ഇപ്പോൾ അയാളുടെ മനസ്സിൽ മുഴുവൻ പഴയ ഭാര്യയാണല്ലോ എന്നോർത്തപ്പോൾ ഫിദയ്ക്ക് വല്ലാത്തൊരു വാശി തോന്നി. ഇതിന് ഇപ്പോഴൊരു മറുപടി പറഞ്ഞിട്ട് കാര്യമില്ലെന്ന് അവൾക്ക് ബോധ്യമായി. നാളെ നേരം വെളുക്കുമ്പോൾ ഇതിന് കൃത്യമായ മറുപടി നൽകാമെന്ന് കരുതി അവൾ തന്റെ ഫോണെടുത്ത് അയാൾ പറയുന്നതെല്ലാം റെക്കോർഡ് ചെയ്തു. പിറ്റേന്ന് രാവിലെ ഉറക്കമുണർന്ന സുബൈറിനെ കാത്ത് ഫിദ അവിടെ തന്നെ നിൽപ്പുണ്ടായിരുന്നു. ഇന്നലെ രാത്രി നിങ്ങൾ ഇവിടെ വന്നത് എങ്ങനെയാണെന്ന് വല്ല ഓർമ്മയുണ്ടോ? അവൾ ഗൗരവത്തിൽ ചോദിച്ചു. അത് ഞാൻ കുറച്ച് അയാൾ തല താഴ്ത്തി പറയാൻ മടിച്ചു. കുറച്ചൊന്നുമല്ല, ബോധമില്ലാത്ത അവസ്ഥയിലാണ് നിങ്ങൾ ഇങ്ങോട്ട് വന്നത്, അവൾ പരിഹസിച്ചു. മറുപടി പറയാൻ സുബൈറിന് വാക്കുകൾ കിട്ടിയില്ല. തലേ ദിവസം നടന്ന കാര്യങ്ങളൊന്നും അയാളുടെ ഓർമ്മയിൽ ഉണ്ടായിരുന്നില്ല. ബോധമില്ലാതെ ഓരോന്ന് വിളിച്ചു പറയുമ്പോഴല്ലേ നിങ്ങളുടെ ഉള്ളിലെ യഥാർത്ഥ സ്നേഹം ആരോടാണെന്ന് എനിക്ക് മനസ്സിലായത്, ഫിദ വെല്ലുവിളിക്കുന്ന സ്വരത്തിൽ പറഞ്ഞു. ഫിദ, നീ എന്താണ് ഉദ്ദേശിക്കുന്നത്? അയാൾ സംശയത്തോടെ ചോദിച്ചു. അതൊക്കെ ഞാൻ പ്രത്യേകിച്ച് പറയണോ? നിങ്ങളുടെ മനസ്സിപ്പോ എവിടെയാണെന്ന് എനിക്ക് നന്നായി ബോധ്യപ്പെട്ടു, ഫിദ ആഞ്ഞടിച്ചു. അപ്പൊ നിങ്ങളുടെ ഉള്ളിൽ ഇപ്പോഴും ആ പഴയ ഓർമ്മകൾ തന്നെയാണല്ലേ? അവൾ തിരികെ വരണമെന്നാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നതെന്ന് ഞാൻ കേട്ടു. പക്ഷെ നിങ്ങളുടെ ഒരു വിളി കേട്ട ഓടി വരാൻ മാത്രം അവൾ അവിടെ കാത്തിരിക്കുകയാണോ? ഫിദ പുച്ഛത്തോടെ ചോദിച്ചു. ഫിദ, നീ വെറുതെ ഓരോന്ന് പറഞ്ഞ് എന്നെ പ്രകോപിപ്പിക്കരുത്, സുബൈർ ഗൗരവത്തിൽ പറഞ്ഞു. ഞാനല്ല സുബൈർ പ്രകോപിപ്പിക്കുന്നത്. ഇന്നലെ രാത്രി നിങ്ങൾ പറഞ്ഞ അനാവശ്യ കാര്യങ്ങളാണ് നിങ്ങളുടെ ഉള്ളിലിരിപ്പ് എനിക്ക് മനസ്സിലാക്കി തന്നത്. അവളെ മനഃപൂർവ്വം ഉപേക്ഷിച്ചിട്ടിപ്പോ ഇങ്ങനെ ഓർക്കാൻ മാത്രം എന്ത് പ്രത്യേകതയാണ് അവൾക്കുള്ളത്? അവൾ വിടാതെ ചോദിച്ചു. ഫിദ, ഞാൻ നിന്നോട് നേരത്തെ പറഞ്ഞതാണ് ആവശ്യമില്ലാത്ത കാര്യങ്ങൾ നീ പറയരുതെന്ന്, സുബൈർ സ്വരമുയർത്തി. നിങ്ങൾ അങ്ങനെ തന്നെ പറയുമെന്ന് എനിക്ക് അറിയാമായിരുന്നു, അതുകൊണ്ട് ഇതിനൊരു തെളിവ് ഞാൻ കരുതിയിട്ടുണ്ട് എന്ന് പറഞ്ഞ് ഫിദ ഫോണിലെ റെക്കോർഡിംഗ് വീഡിയോ പ്ലേ ചെയ്ത് സുബൈറിന് മുന്നിൽ പിടിച്ചു. ഫോണിൽ താൻ സൈബയെക്കുറിച്ച് പിച്ചും പേയും പറയുന്നത് കേട്ട് സുബൈർ തളർന്നു പോയി. പിന്നീട് ഒന്നും മിണ്ടാൻ കഴിയാതെ അയാൾ തല താഴ്ത്തി നിന്നു. ആദ്യമായി സ്നേഹിച്ച പെണ്ണിനെ അത്ര പെട്ടെന്ന് ആർക്കും മറക്കാൻ കഴിയില്ലെന്ന് പറയുന്നത് ശരിയാണല്ലേ? അതുകൊണ്ടല്ലേ ഇപ്പോഴും അവളുടെ ഓർമ്മകൾ നിങ്ങളെ വേട്ടയാടുന്നത്? ഫിദയുടെ വാക്കുകളിൽ പരിഹാസം നിറഞ്ഞു. ശരിയാണ്, എന്റെ മനസ്സിലിപ്പോ സൈബയുടെ ഓർമ്മകൾ മാത്രമേ ഉള്ളൂ. അവളെ നഷ്ടപ്പെടുത്തിയത് എത്ര വലിയ തെറ്റാണെന്ന് ഓർക്കുമ്പോൾ എനിക്ക് എന്നോട് തന്നെ വെറുപ്പ് തോന്നുന്നു. സുബൈർ തന്റെ കുറ്റസമ്മതം നടത്തി. നിങ്ങളിപ്പോ എന്റെ ഭർത്താവാണെന്ന കാര്യം മറക്കരുത്. അവളിപ്പോ മറ്റൊരാളുടെ പത്നിയാണ്. ആ ബോധം നിങ്ങൾക്കുണ്ടായാൽ നല്ലത്, ഫിദ കർക്കശമായി പറഞ്ഞു. സുബൈർ അവളുടെ വാക്കുകൾ ശ്രദ്ധിക്കാതെ മുറിയിൽ നിന്നും പുറത്തേക്ക് നടന്നു. ഇന്നും നിങ്ങൾ ഇന്നലത്തെ പോലെ സ്വബോധമില്ലാതെ വരാനാണോ പ്ലാൻ? ഫിദയുടെ സ്വരത്തിൽ പുച്ഛം കലർന്നിരുന്നു. ഫിദ, എന്റെ കാര്യത്തിൽ നീ ഇനി ഇടപെടണ്ട. എനിക്ക് ഇഷ്ടമുള്ളതുപോലെ ഞാൻ ചെയ്യും എന്ന് പരുഷമായി മറുപടി നൽകി സുബൈർ മുറിയിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങി. അയാൾ പോകുന്നത് നോക്കി ഫിദ വല്ലാത്തൊരു വിഷമത്തോടെ അവിടെ നിന്നു. സുബൈറിന്റെ സ്വഭാവം ഇത്രത്തോളം വഷളാകുമെന്ന് അവൾ കരുതിയിരുന്നില്ല. ഇത് സഹിക്കാവുന്നതിലും അപ്പുറമായിരുന്നു അവൾക്ക്. എന്താണ് സുബൈർ നിങ്ങളുടെ ലക്ഷ്യം? എന്തിനാണ് നിങ്ങൾ ഇങ്ങനെ പെരുമാറുന്നത്? അവൾ അയാളുടെ പിന്നാലെ ചെന്ന് രോഷത്തോടെ തിരക്കി. എനിക്ക് എന്റേതായ കാരണങ്ങൾ കാണും ഫിദ, അതൊന്നും നിന്നോട് വിശദീകരിക്കേണ്ട ബാധ്യത എനിക്കില്ല. അയാൾ ഒഴിഞ്ഞു മാറി. ഈ ദുശീലം നിർത്തിക്കൂടെ? ഇങ്ങനെ സ്വയം നശിക്കുന്നത് കാണുമ്പോൾ എനിക്ക് സഹിക്കുന്നില്ല. ഫിദയുടെ വാക്കുകൾ അയാൾ തടഞ്ഞു. നിനക്ക് എൻ്റെ ഈ ശീലങ്ങൾ ഇഷ്ടമില്ലെങ്കിൽ നിനക്ക് നിന്റെ വഴി നോക്കി പോവാം. എനിക്ക് എൻ്റെ സ്വഭാവത്തിൽ മാറ്റങ്ങൾ വരുത്താൻ കഴിയില്ല, സുബൈർ തന്റെ നിലപാട് വ്യക്തമാക്കി. ഫിദ കടുത്ത അമർഷത്തോടെ അയാളെ നോക്കി നിന്നു. എന്തിനാ നിങ്ങളിങ്ങനെ ജീവിതം നശിപ്പിക്കുന്നത്? ആർക്ക് വേണ്ടിയാണിത്? ഇനിയെങ്കിലും സമാധാനമായി ജീവിച്ചൂടെ? അവൾ വീണ്ടും ചോദിച്ചു. നിന്റെ കൂടെയുള്ള ആ സമാധാനത്തേക്കാൾ എനിക്ക് നല്ലത് ഈ അവസ്ഥ തന്നെയാണ്, സുബൈർ ആഞ്ഞടിച്ചു. അപ്പോ എന്നെ വേദനിപ്പിക്കാൻ വേണ്ടിയാണല്ലേ നിങ്ങൾ ഇതൊക്കെ ചെയ്യുന്നത്? ഞാൻ എന്ത് തെറ്റാ നിങ്ങളോട് ചെയ്തത്? ഞാൻ നിങ്ങളുടെ ജീവിതത്തിലേക്ക് അതിക്രമിച്ച് കയറി വന്നതൊന്നും അല്ലല്ലോ. നിങ്ങൾ എന്നെ വിവാഹം കഴിച്ച് ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടു വന്നതല്ലേ? ഫിദയുടെ കണ്ണുകൾ നിറഞ്ഞു. അത് തന്നെയാണ് ഞാൻ ചെയ്ത ഏറ്റവും വലിയ തെറ്റ്. നിന്നെ വിവാഹം കഴിക്കാൻ തീരുമാനിച്ചത് എന്റെ ബുദ്ധിയില്ലായ്മയായിപ്പോയി, മുഖത്ത് നോക്കി അയാൾ വെറുപ്പോടെ പറഞ്ഞു. അയാളുടെ ക്രൂരമായ വാക്കുകൾ കേട്ട് ഫിദയുടെ കണ്ണുകൾ ഈറനണിഞ്ഞു. എന്നെ ഇത്രത്തോളം വെറുക്കുന്നുണ്ടെങ്കിൽ പിന്നെ എന്തിനാണ് എന്നെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കൂട്ടിയത്? ഞാൻ ഇവിടുന്ന് ഇറങ്ങിപ്പോകണമെന്നാണോ നിങ്ങൾ ആഗ്രഹിക്കുന്നത്? അവൾ വിങ്ങലോടെ ചോദിച്ചു. അതെ, അത് തന്നെയാണ് എനിക്ക് വേണ്ടത്, യാതൊരു ദയവുമില്ലാതെ സുബൈർ മറുപടി നൽകി. ഞാൻ പോയിക്കഴിഞ്ഞാൽ നിങ്ങൾ എങ്ങനെ ജീവിക്കും? സൈബ വന്ന് നിങ്ങളെ പരിപാലിക്കുമെന്ന് നിങ്ങൾ ഇപ്പോഴും വിശ്വസിക്കുന്നുണ്ടോ? ഫിദയുടെ സ്വരത്തിൽ പരിഹാസം കലർന്നു. ഞാൻ എങ്ങനെ ജീവിക്കുമെന്ന് നീ ആശങ്കപ്പെടേണ്ട. ഒരു കുഞ്ഞിന് വേണ്ടിയാണ് ഞാൻ നിന്നെ വിവാഹം കഴിച്ചത്. എന്നാ നിനക്കതിന് കഴിയില്ലെന്ന് മനസ്സിലായതോടെ എനിക്ക് നിന്നോടുള്ള താല്പര്യം അവസാനിച്ചു, സുബൈർ തന്റെ കടുത്ത നിലപാട് വ്യക്തമാക്കി. ഒരു കുഞ്ഞാണ് നിങ്ങളുടെ ലക്ഷ്യമെങ്കിൽ അതിന് ഞാൻ തയ്യാറാണ്. അതിനായി എൻ്റെ ജീവൻ പണയപ്പെടുത്തേണ്ടി വന്നാലും എനിക്ക് പരാതിയില്ല, അവൾ ഉറച്ച സ്വരത്തിൽ പറഞ്ഞു. അതൊന്നും ഇനി ആലോചിക്കേണ്ട കാര്യമില്ല. നിന്നെ പഴയതുപോലെ സ്നേഹിക്കാൻ എനിക്ക് കഴിയില്ല. നിന്റെ ഈ രൂപം കാണുമ്പോൾ പോലും ഇപ്പോൾ എനിക്ക് വെറുപ്പാണ് തോന്നുന്നത്. അയാൾ അവളെ അവജ്ഞയോടെ നോക്കി. അയാളുടെ വാക്കുകൾ അവളെ വല്ലാതെ തളർത്തിക്കളഞ്ഞു. എങ്കിലും അവൾ വിട്ടുകൊടുക്കാൻ തയ്യാറായിരുന്നില്ല.
സൗന്ദര്യം എന്നത് എന്നും നിലനിൽക്കുന്ന ഒന്നല്ലല്ലോ സുബേർ. ഗർഭചിത്രവും പ്രസവവുമായി ബന്ധപ്പെട്ട ചികിത്സയും കാരണം എന്റെ ശരീരം മാറിയിട്ടുണ്ടാവാം. ഒരു പരിധിവരെ അതിന് ഉത്തരവാദി നിങ്ങൾ തന്നെയല്ലേ? അവൾ ധൈര്യത്തോടെ ചോദിച്ചു. നിനക്ക് മാത്രം എന്താണ് ഇങ്ങനെ സംഭവിക്കുന്നത്? ഒരു കുഞ്ഞിന്റെ ഉമ്മയായിട്ടും സൈബ പഴയതിനേക്കാൾ സുന്ദരിയായിട്ടാണ് എനിക്ക് തോന്നുന്നത്. സുബേർ വീണ്ടും അവളെ താരതമ്യം ചെയ്തുകൊണ്ട് കുത്തി പറഞ്ഞു. ഇതൊക്കെ നിങ്ങളുടെ കഴിവുകേടാണ് സുബേർ. അവളെ ആ മറ്റേയാൾക്ക് വിട്ടുകൊടുത്തത് നിങ്ങളല്ലേ? എന്നിട്ടിപ്പോ അവളുടെ സൗന്ദര്യത്തെപ്പറ്റി ഓർത്ത് വിലപിക്കാൻ നിങ്ങൾക്ക് നാണമില്ലേ? ഫിദ കടുത്ത അമർഷത്തോടെ ചോദിച്ചു. എനിക്കതിലൊന്നും ഒരു ലജ്ജയുമില്ല. അവളോടൊപ്പം ചിലവഴിച്ച ആ നിമിഷങ്ങൾ മാത്രമാണ് ഇപ്പൊ എന്റെ മനസ്സിലുള്ളത്. ഈ ജന്മം സൈബയെ മറക്കാൻ എനിക്ക് കഴിയില്ല. സുബേർ തന്റെ ഉറച്ച നിലപാട് വ്യക്തമാക്കി. അപ്പോ ഞാനിനി എന്ത് ചെയ്യണമെന്നാണ് നിങ്ങൾ പറയുന്നത്? എന്റെ ജീവിതം ഇങ്ങനെ തന്നെ തീരണമെന്നാണോ? അവൾ വിങ്ങലോടെ തിരക്കി. അതൊക്കെ നിന്റെ ഇഷ്ടം പോലെ തീരുമാനിക്കാം. എനിക്കതിലൊന്നും വലിയ താല്പര്യമില്ല. യാതൊരു ദയവുമില്ലാതെ അയാൾ പറഞ്ഞു. ഒരു നിമിഷം പോലും തന്നെ സ്നേഹിക്കാത്ത ഭർത്താവിനെ ഓർത്ത് ഫിദ അവിടെ തളർന്നിരുന്നു പോയി. ഓരോ ദിവസവും പുതിയൊരു പ്രതീക്ഷയോടാണ് അവൾ ഉണരുന്നത്. പക്ഷേ സുബൈർ അവളിൽ നിന്നും കൂടുതൽ അകലം പാലിച്ചുകൊണ്ടേയിരുന്നു. തന്റെ ജീവിതം നശിപ്പിച്ചത് താൻ തന്നെയാണല്ലോ എന്ന സത്യം ഫിദയെ വേട്ടയാടിക്കൊണ്ടിരുന്നു. തന്നെ ജീവനെ പോലെ സ്നേഹിച്ച ഭർത്താവ് പോയപ്പോൾ പുതിയൊരു ജീവിതം കെട്ടിപ്പടുക്കാൻ വേണ്ടി അവൾ ചെയ്ത തെറ്റുകൾക്ക് ഇപ്പോൾ വലിയ വില കൊടുക്കേണ്ടി വന്നിരിക്കുന്നു. തന്റെ ഗർഭപാത്രത്തിലെ ആ ജീവന്റെ തുടിപ്പില്ലാതാക്കിയത് എത്ര വലിയ ക്രൂരതയായിരുന്നു എന്ന് അവൾ ഇപ്പോൾ തിരിച്ചറിയുന്നു. എന്തിനായിരുന്നു ഞാൻ ഇതൊക്കെ ചെയ്തത്? സ്നേഹിക്കാൻ അറിയാത്ത ഒരാൾക്ക് വേണ്ടി സ്വന്തം കുഞ്ഞിനെ പോലും വേണ്ടെന്ന് വെച്ചു. ഇപ്പോ എനിക്കൊരു കുഞ്ഞിന് ജന്മം നൽകാൻ പോലും കഴിയില്ലെന്ന് ഡോക്ടർമാർ പറയുന്നു. അവൾ വിതുമ്പിക്കൊണ്ടോർത്തു. സ്വന്തം കുഞ്ഞിനെ കൊന്ന കുറ്റബോധവും സ്നേഹം തരാത്ത ഭർത്താവിന്റെ അവഗണനയും അവളെ വല്ലാതെ ഉലച്ചു. എന്തിനായിരുന്നു ഇത്രയും വലിയൊരു സാഹസത്തിന് മുതിർന്നതെന്ന് അവൾ ആവർത്തിച്ച് ചിന്തിച്ചു. ഒന്നും വേണ്ടായിരുന്നു എന്ന് ഇപ്പോൾ അവൾ അതിയായി ആഗ്രഹിക്കുന്നു. നഷ്ടപ്പെട്ട കുഞ്ഞിനെ ഓർത്ത് ആ കണ്ണുകൾ ഇന്ന് വീണ്ടും നിറഞ്ഞു തുളുമ്പി. അപ്പുറത്തെ കുട്ടികളുടെ വാശിക്ക് മുന്നിൽ വഴങ്ങിക്കൊടുത്ത അഷ്റഫ് അന്ന് സൈബയുടെ മുറിയിൽ തന്നെയാണ് കിടന്നത്. ഗാഠനിദ്രയിലായ സൈബയെ അയാൾ ഏറെ നേരം നോക്കി നിന്നു. അവളുടെ കഴുത്തിലെ ആ പഴയ പാടുകൾ കണ്ടപ്പോൾ സുബൈർ മുമ്പ് പറഞ്ഞ വാക്കുകൾ അയാളുടെ ഓർമ്മയിലേക്ക് കടന്നു വന്നു. ഒരു കാലത്ത് അവൾ സുബൈറിൻ്റെതായിരുന്നു എന്നോർക്കുമ്പോൾ അഷ്റഫിന്റെ ഉള്ളിൽ വല്ലാത്തൊരു നീറ്റൽ അനുഭവപ്പെട്ടു. അവളുടെ മനസ്സ് വായിക്കാനും അവളെ കൂടുതൽ മനസ്സിലാക്കാനും അഷ്റഫ് ഇപ്പോൾ അതിയായി ആഗ്രഹിക്കുന്നു. പക്ഷേ അവൾ ഒരിക്കലും തന്നെ പൂർണ്ണമായി അംഗീകരിക്കില്ലെന്ന ഭയം അയാളെ പിൻവലിച്ചു. ഉറക്കം വരാതെ അസ്വസ്ഥനായി അയാൾ ആ മുറിയിൽ തന്നെ ഇരുന്നു. പിറ്റേന്ന് രാവിലെ ജോലിക്ക് പോകാൻ തയ്യാറെടുക്കുമ്പോഴാണ് ഉമ്മ അഷ്റഫിന്റെ അരികിലേക്ക് വന്നത്. ഉമ്മയുടെ ആ വരവ് കണ്ടപ്പോൾ തന്നെ അവർക്ക് എന്തോ ഗൗരവമായി സംസാരിക്കാനുണ്ടെന്ന് അഷ്റഫിന് മനസ്സിലായി. എന്താ ഉമ്മ, പതിവില്ലാത്ത ഈ സമയത്ത്? അഷ്റഫ് ശാന്തനായി ചോദിച്ചു. നിന്റെ ഉള്ളിലിരിപ്പ് എന്താണെന്ന് എനിക്കറിയണം. ഉമ്മ നേരിട്ട് തന്നെ വിഷയത്തിലേക്ക് കടന്നു. എന്റെ ഉള്ളിൽ എന്താ ഉമ്മ? അയാൾ ഒന്നും അറിയാത്തതുപോലെ തിരക്കി. നീ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവന്ന ആ പെണ്ണിന്റെ കാര്യമാണ് ഞാൻ ചോദിക്കുന്നത്. ഉമ്മ തന്റെ അതൃപ്തി വ്യക്തമാക്കി. സൈബയുടെ കാര്യമാണോ ഉമ്മ ഉദ്ദേശിക്കുന്നേ? അവൾക്ക് എന്തെങ്കിലും പറ്റിയോ? അഷ്റഫിന്റെ സ്വരത്തിൽ ആശങ്ക നിഴലിച്ചു. അവൾക്കൊന്നും പറ്റിയിട്ടില്ല. നീ അവളെ എന്തിനാണ് ഇവിടെ നിർത്തിയിരിക്കുന്നത്? ഉമ്മ വിടാതെ ചോദിച്ചു. അതിലിപ്പോ എന്താ പ്രശ്നം ഉമ്മ? അഷ്റഫ് മെല്ലെ ചോദിച്ചു. നീ സൈബയെ നിന്റെ മോനൊരു ഉമ്മയായിട്ടാണ് ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവന്നത്. പക്ഷേ ഇന്നവൾക്ക് മറ്റൊരു മേൽവിലാസം കൂടിയുണ്ട്. അവളുടെ പഴയ ഭർത്താവിലുള്ള കുഞ്ഞിന്റെ ഉമ്മയാണ് അവൾ. ആ ഒരൊറ്റ കാരണം പറഞ്ഞ് അയാൾ ഇടയ്ക്കിടെ ഇവിടെ വരാൻ സാധ്യതയുണ്ട്. ഉമ്മ തന്റെ ആശങ്ക തുറന്നു പറഞ്ഞു. ഉമ്മ അതോർത്ത് പേടിക്കണ്ട. അയാൾ ഇനി ഈ വഴിക്ക് വരില്ല. വന്നാ പിന്നെ എന്താണ് സംഭവിക്കുകയെന്ന് അയാൾക്ക് നന്നായി അറിയാം. അഷ്റഫ് ഉറച്ച സ്വരത്തിൽ മറുപടി നൽകി. നീ അയാളെ പേടിപ്പിച്ചു എന്ന് കരുതി അയാൾ കുറച്ച് ദിവസം മാറി നിന്നേക്കാം. പക്ഷേ അയാൾ അവളെ എന്നേക്കുമായി ഉപേക്ഷിക്കുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? ഉമ്മ സംശയത്തോടെ പറഞ്ഞു. ഉമ്മ, അയാൾ വന്നാലും സൈബ എന്നെയും മോനെയും വിട്ടു പോകുമെന്ന് ഉമ്മ കരുതുന്നുണ്ടോ? അഷ്റഫ് ഉമ്മയെ നോക്കി മെല്ലെ ചോദിച്ചു. മോനെ അഷ്റഫെ, ഇതേ വിശ്വാസം വർഷങ്ങൾക്ക് മുമ്പ് എനിക്കും ഉണ്ടായിരുന്നു. പക്ഷേ നിന്റെ ഉപ്പ നമ്മളെ രണ്ടിനെയും ഉപേക്ഷിച്ച് മറ്റൊരു പെണ്ണിന്റെ കൂടെ പോയപ്പോഴാണ് എൻ്റെ വിശ്വാസങ്ങളെല്ലാം വെറും തോന്നലുകൾ മാത്രമായിരുന്നു എന്ന് ഞാൻ തിരിച്ചറിഞ്ഞത്. ഉമ്മയുടെ വാക്കുകളിൽ പഴയകാലത്തെ വേദന നിറഞ്ഞു നിന്നു. അഷ്റഫ് വിഷമത്തോടെ ഉമ്മയുടെ അരികിൽ വന്നിരുന്നു. പക്ഷെ എൻ്റെ ഉമ്മ ആ പരാജയത്തിൽ തളർന്നു പോയില്ലല്ലോ. മറ്റാരുടെയും സഹായമില്ലാതെ എന്നെ വളർത്തി വലുതാക്കി ഒരു നിലയിൽ എത്തിച്ചില്ലേ? എന്നെ ഇത്രയും വലിയൊരു സ്ഥാനത്തെത്തിച്ചത് എൻ്റെ ഉമ്മയുടെ തനിച്ചുള്ള പോരാട്ടമല്ലേ? അയാൾ ഉമ്മയെ ആശ്വസിപ്പിച്ചു. മോനെ, ഒറ്റയ്ക്ക് ജീവിക്കുന്ന ഒരു സ്ത്രീക്ക് ഈ സമൂഹത്തിൽ നേരിടേണ്ടി വരുന്ന കഷ്ടപ്പാടുകൾ അനുഭവിച്ചു തന്നെയാണ് ഞാൻ ഇവിടം വരെ എത്തിയത്. അതുകൊണ്ടാണ് നിന്റെ ജീവിതത്തിലും സമാനമായൊരു സാഹചര്യം ഉണ്ടാകാൻ ഞാൻ ആഗ്രഹിക്കാത്തത്. ഉമ്മ തന്റെ ഉത്കണ്ഠ വ്യക്തമാക്കി. അതിനിപ്പോ എന്റെ ജീവിതത്തിൽ എന്ത് പ്രശ്നമാണ് ഉമ്മ ഉള്ളത്? ഞാനിപ്പോ വളരെ സന്തോഷവാനാണ്. അത് ഉമ്മാക്കും അറിയുന്നതല്ലേ? അഷ്റഫ് പുഞ്ചിരിയോടെ ചോദിച്ചു. മോനെ, നിന്റെ ഈ സന്തോഷം വെറും തോന്നലാകരുതെന്ന് മാത്രമാണ് ഈ ഉമ്മ ആഗ്രഹിക്കുന്നത്. ഉമ്മ ഗൗരവത്തിൽ പറഞ്ഞു. ഉമ്മ പറയുന്നത് കേട്ട് അഷ്റഫ് ഒന്നും മിണ്ടാതെ ആലോചിച്ചു നിന്നു.
മുമ്പ് നിന്നെയും മോനെ ഉപേക്ഷിച്ച് റംല പോയപ്പോ ഞാൻ ആകെ തകർന്നു പോയിരുന്നു. സമാനമായ ഒരവസ്ഥ നിനക്ക് ഇനിയും ഉണ്ടാവുക എന്ന ഭയം കൊണ്ടാണ് മറ്റൊരു വിവാഹത്തിന് ഞാൻ നിന്നെ നിർബന്ധിച്ചത്. പക്ഷേ അവിടെയും എനിക്ക് കണക്കുകൂട്ടലുകൾ പിഴച്ചു. സൈബ ഗർഭിണിയാണെന്നറിഞ്ഞപ്പോ എന്ത് ചെയ്യണമെന്നറിയാതെ ഞാൻ കുഴങ്ങി. എങ്കിലും നീ അവളെ സ്നേഹത്തോടെ സ്വീകരിക്കുന്നത് കണ്ടപ്പോ എനിക്ക് ആശ്വാസമായി. അവളോട് നീ അടുത്തത് നന്നായെന്ന് ഞാൻ കരുതി. പക്ഷെ ഇപ്പോഴും നിങ്ങൾ അപരിചിതരെ പോലെ കഴിയുന്നത് കാണുമ്പോൾ വല്ലാതെ പേടി തോന്നുന്നു. ഇത് നിന്റെ ജീവിതത്തെ വീണ്ടും ഒറ്റപ്പെടുത്തരുത്. ഉമ്മ തന്റെ ഉള്ളിലെ ആധി തുറന്നു പറഞ്ഞു. സൈബ റംലയെ പോലെ അല്ലെന്ന് ഉമ്മക്കറിയില്ലേ? ഒരുപാട് സങ്കടങ്ങൾ അനുഭവിച്ചാണ് അവൾ എന്റെ അരികിൽ എത്തിയത്. അതുകൊണ്ട് ഒരാളെപ്പോലും മനഃപൂർവ്വം വേദനിപ്പിക്കാൻ അവൾക്ക് കഴിയില്ല. അഷ്റഫ് സൈബയെ പിന്താങ്ങി. പക്ഷെ മോനെ, അവൾ മറ്റൊരാളുടെ പത്നിയായിരുന്നു എന്ന സത്യം നീ മറക്കരുത്. അയാളുടെ കുഞ്ഞാണ് അവളോടൊപ്പം ഉള്ളത്. ആ കുഞ്ഞിന്റെ പേരും പറഞ്ഞ് അയാൾ എപ്പോഴും ഇങ്ങോട്ട് വരാം. കുറെ കാലം അവൾ അയാളോടൊപ്പം കഴിഞ്ഞതല്ലേ? ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ അവൾ അയാളുടെ കൂടെ തിരികെ പോകില്ലെന്ന് ഉറപ്പിച്ച് പറയാൻ ആർക്ക് കഴിയും? ഉമ്മ തന്റെ സംശയം ആവർത്തിച്ചു. സൈബ ഒരിക്കലും അങ്ങനെ ചെയ്യില്ല ഉമ്മ. ആ വിശ്വാസം എനിക്കുണ്ട്, അഷ്റഫ് ഉറച്ച സ്വരത്തിൽ പറഞ്ഞു. ആ വിശ്വാസം ഉണ്ടെങ്കിൽ നീയും സൈബയും കേവലം പേരിന് മാത്രമുള്ള ദമ്പതികളായി ജീവിച്ചാൽ പോരാ. മക്കൾക്ക് മുന്നിൽ യഥാർത്ഥ ഭാര്യ ഭർത്താക്കന്മാരായി തന്നെ നിങ്ങൾ മാറണം. ഉമ്മ തന്റെ നിലപാട് വ്യക്തമാക്കി. നിങ്ങൾ തമ്മിൽ ഒരു ആത്മബന്ധം ഉണ്ടാവണം. വെറുതെ ഒരു വീട്ടിൽ കഴിഞ്ഞാൽ പോരാ. നിങ്ങൾക്ക് സ്വന്തമായി ഒരു കുഞ്ഞുകൂടി വേണം. ഉമ്മ തന്റെ ആഗ്രഹം വെളിപ്പെടുത്തി. അതുമ്മ, സൈബ ഇപ്പോഴും ഈ സാഹചര്യവുമായി പൂർണ്ണമായും പൊരുത്തപ്പെട്ടിട്ടില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. അഷ്റഫ് തന്റെ ആശങ്ക പങ്കുവെച്ചു. നീ ഇങ്ങനെ കാത്തിരുന്നാൽ അവളെ നിനക്ക് എന്നേക്കുമായി നഷ്ടപ്പെട്ടേക്കാം. അതുകൊണ്ടാണ് ഈ ഉമ്മ പറയുന്നത്. ഇനിയും വൈകിക്കരുത് മോനെ, അവർ അവനെ ഓർമ്മിപ്പിച്ചു. റംലയുടെ മനസ്സിൽ ഒരാളുണ്ടെന്നറിഞ്ഞിട്ടും ഒരുമിച്ച് ജീവിച്ചാൽ എല്ലാം ശരിയാകുമെന്ന് ഞാൻ കരുതി. പക്ഷേ എനിക്കൊരു മകനെ തന്നിട്ട് അവൾ സ്വന്തം വഴിക്ക് പോയില്ലേ? അതിനേക്കാൾ എത്രയോ ഭേദമാണ് ഇപ്പോഴത്തെ ഈ ജീവിതം. അഷ്റഫ് പഴയ കാര്യങ്ങൾ ഓർത്ത് നെടുവീർപ്പിട്ടു. ഈ ഉമ്മ വെറുതെ ഓരോന്ന് പറയുകയാണെന്ന് കരുതേണ്ട. മനസ്സുകൾ ഒന്നായാൽ മാത്രമേ ജീവിതത്തിൽ സമാധാനം ഉണ്ടാവൂ. മോശം സാഹചര്യങ്ങൾ മനുഷ്യനെ തെറ്റായ തീരുമാനങ്ങളിലേക്ക് നയിച്ചേക്കാം. ഉമ്മ അവനെ ഉപദേശിച്ചു. അഷ്റഫ് എന്തു ചെയ്യണമെന്നറിയാതെ ആശയക്കുഴപ്പത്തിലായി. മോൻ വിഷമിക്കണ്ട. സൈബ മോശ സ്വഭാവമുള്ള പെണ്ണല്ലെന്ന് എനിക്കറിയാം. പക്ഷേ കാലവും സാഹചര്യവുമാണ് മനുഷ്യരെ മാറ്റുന്നത്. അതുകൊണ്ട് ഇനിയെങ്കിലും നിങ്ങൾ ഒരുമിച്ച് നല്ലൊരു ജീവിതം തുടങ്ങണം. ഉമ്മ സ്നേഹത്തോടെ അവന്റെ തോളിൽ തട്ടി. ശരി ഉമ്മ, ഉമ്മ പറയുന്നതെല്ലാം എനിക്ക് മനസ്സിലാവുന്നുണ്ട്, അഷ്റഫ് പതിഞ്ഞ സ്വരത്തിൽ പറഞ്ഞു. ഉമ്മ മുറിയിൽ നിന്നും പുറത്തേക്ക് പോയപ്പോൾ സൈബയുമായുള്ള തന്റെ ബന്ധത്തെക്കുറിച്ച് അഷ്റഫ് ഗൗരവമായി ചിന്തിക്കാൻ തുടങ്ങി. ഒരു പുതിയ തുടക്കത്തിനായി അയാളുടെ മനസ്സ് വെമ്പുന്നുണ്ടായിരുന്നു. കുട്ടികൾ ഉറങ്ങുന്നതിന് മുമ്പ് നിങ്ങൾ വീട്ടിലെത്തുവോ? അഷ്റഫ് ജോലിക്ക് ഇറങ്ങാൻ നേരം സൈബ മെല്ലെ തിരക്കി. അഷ്റഫ് ഒരു പുഞ്ചിരിയോടെ അവളെ നോക്കി. ഞാൻ വരണമെന്നുണ്ടോ? അയാൾ തമാശ രൂപേണ ചോദിച്ചു. പിന്നെ വരാതെ എങ്ങനെയാ? ഉപ്പാനെ മക്കൾ മറന്നു പോകരുതല്ലോ, അവൾ മറുപടി നൽകി. അപ്പോ മക്കൾക്ക് വേണ്ടി മാത്രമാണോ ഞാൻ വരണമെന്ന് പറയുന്നത്? ഈ ഭാര്യയ്ക്ക് എന്നെ കാണണ്ടേ? അഷ്റഫ് അവളുടെ കണ്ണുകളിലേക്ക് നോക്കി ചോദിച്ചു. സൈബ മറുപടി ഒന്നും പറയാതെ തലതാഴ്ത്തി നിന്നു. എന്റെ സൈബ പറഞ്ഞതല്ലേ, എന്തായാലും ഞാൻ നേരത്തെ തന്നെ എത്താൻ ശ്രമിക്കാം, അഷ്റഫ് സ്നേഹത്തോടെ പറഞ്ഞു. ശരി, അവൾ ചെറിയൊരു പുഞ്ചിരിയോടെ മറുപടി നൽകി. ജോലി സ്ഥലത്തിരിക്കുമ്പോഴും അഷ്റഫിന്റെ ഉള്ളിൽ സൈബയെക്കുറിച്ചുള്ള ചിന്തകൾ മാത്രമായിരുന്നു. അവളെക്കുറിച്ച് ഓർക്കുമ്പോഴെല്ലാം അയാളുടെ മുഖത്ത് ഒരു മനോഹരമായ ചിരി വിടർന്നു. സൈബ കുട്ടികൾക്ക് ഭക്ഷണം നൽകിക്കൊണ്ടിരിക്കുമ്പോഴാണ് പെട്ടെന്ന് കോളിംഗ് ബെൽ മുഴങ്ങിയത്. നീ അവിടെ ഇരുന്നോ, ഞാൻ പോയി നോക്കാം, ഉമ്മ അടുക്കളയിൽ നിന്നും വന്നു പറഞ്ഞു. ഉമ്മ വാതിൽ തുറക്കാൻ പോയപ്പോ സൈബ കുട്ടികളോടൊപ്പം തന്നെ ഇരുന്നു. വാതിൽ തുറന്ന ഉമ്മ മുന്നിൽ നിൽക്കുന്ന ആളെ കണ്ട് സ്തബ്ധയായി പോയി. ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ആ മുഖം കണ്ടപ്പോ അവർക്ക് കണ്ണുകളെ വിശ്വസിക്കാനായില്ല. റംല. അവരുടെ നാവിലൂടെ ആ പേരറിയാതെ പുറത്തു വന്നു. എന്താ ഉമ്മ, എന്നെ കണ്ടിട്ട് മനസ്സിലായില്ലേ? ചുണ്ടിലൊരു പരിഹാസ ചിരിയോടെ അവൾ ചോദിച്ചു. നീ എന്തിനാണ് ഇപ്പൊ ഇങ്ങോട്ട് വന്നത്? ഉമ്മ വിറക്കുന്ന സ്വരത്തിൽ തിരക്കി. അതെന്ത് ചോദ്യം ഉമ്മ, നിങ്ങളുടെ മകന്റെ ഭാര്യയല്ലേ ഞാൻ. അതുകൂടാതെ എന്റെ മകൻ വളരുന്നത് ഇവിടെയല്ലേ? എവിടെയാണ് എന്റെ മോൻ എന്ന് ചോദിച്ചുകൊണ്ട് അവൾ ഉമ്മയെ വകഞ്ഞു മാറ്റി അകത്തേക്ക് കയറി. നടക്കുന്ന കാര്യങ്ങളൊന്നും മനസ്സിലാവാതെ ഉമ്മ ഒരു നിമിഷം തറഞ്ഞു നിന്ന് പോയി. മോനെ എന്നുറക്കെ വിളിച്ചുകൊണ്ട് അവൾ നേരെ കുട്ടികളുടെ അടുത്തേക്ക് ഓടി. സൈബയുടെ അരികിലിരുന്ന് ഭക്ഷണം കഴിക്കുന്ന മകനെ കണ്ടതും അവൾ അവനെ വരിഞ്ഞു മുറുക്കി. ആ കാഴ്ച കണ്ട സൈബ എന്ത് ചെയ്യണമെന്നറിയാതെ പകച്ചുപോയി. തന്റെ മുന്നിൽ നിൽക്കുന്നത് അഷ്റഫിന്റെ ആദ്യ ഭാര്യയാണെന്ന് തിരിച്ചറിഞ്ഞപ്പോൾ അവളുടെ ഉള്ളിലൂടെ ഒരു മിന്നൽ പിണർ കടന്നുപോയി. നിസ്സഹായതയോടെ അവൾ ഉമ്മയെ നോക്കി.